എന്തായാലും രണ്ടുപേരും ഒരുപോലെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു ജോലിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഫുൾ കാഴ്ച കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിരുന്നു. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ NH66 വർക്കിൽ നമ്മുടെ കേരളത്തിൽ ഒരു വെറൈറ്റി വർക്കാട്ടോ നമ്മുടെ കോഴിക്കോട് കോരപ്പുഴ പാലത്തിൻ്റെ വർക്ക്. കോരപ്പുഴ പാലം മാത്രമല്ല, പുറക്കാട്ടി അതുപോലെ അറപ്പുഴ പാലത്തിൻ്റെ വർക്ക് സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് അവർ പറഞ്ഞത്. നമ്മുടെ കമൻറ്റിലൊക്കെ വന്നത് വേറെ എവിടെയൊക്കെ നടക്കുന്നുണ്ടെന്ന്. പക്ഷേ ഇവിടുത്തെ എഞ്ചിനീയർമാർ പറഞ്ഞത് ഇവിടാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ബോക്സ് ഗാർഡർ എടുത്ത് വെക്കുന്ന പറഞ്ഞത്. ഇത് പൂനെയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഗാർഡറുകളാട്ടോ ബോക്സ് ഗാർഡർ. അതാണ്ടെങ്കിൽ ഞങ്ങൾ പാലത്തിൻ്റെ മുകളിൽ ഏകദേശം വെച്ച് ഒരു 4 സ്പാനോളം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ കാഴ്ച കാണിച്ചിട്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഫുൾ കാഴ്ച കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പം ഇന്ന് ഞാൻ ഏതായാലും രാവിലെ തന്നെ വന്ന് ഇതിൻ്റെ ഫുൾ ഗാർഡറുകൾ എടുത്ത് വെക്കുന്ന കാഴ്ചകൾ മൊത്തം കാണിച്ചത് അടിപൊളി കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യാനും മറക്കല്ലേ. ഇവിടുന്ന് ഇതാ നമ്മുടെ ബോക്സ് ഗാർഡർ നമ്മുടെ ട്രക്കിൽ ഇങ്ങനെ കയറ്റിയിട്ട് ഇവിടേക്ക് നമ്മുടെ ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ്. ഇതിലൂടെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. വാഹനങ്ങളൊക്കെ ഒരു സൈഡിലേക്ക് രണ്ടാൾക്കാർ അതിനായിട്ട് നിൽക്കുന്നുണ്ട്. ബായി എൻ്റെ വീഡിയോ എടുക്കാൻ. ഫുള്ളായി 14 ടണ്ണ് 56 ടണ്ണാട്ടോ ഈ കൊണ്ടുപോകുന്നത്. 56 ടണ്ണ് 14 കേട്ടോ. ഓരോ ജോയിൻ്റാണ് കേട്ടോ. ഇത് ജോയിൻ്റ് 4 പീസുകളായിട്ടാണ് ഇവിടെ എത്തിയിട്ട് ഇവിടുന്ന് ജോയിൻ്റ് ആക്കുന്ന കേട്ടോ. നമ്മുടെ കേബിൾ ഉള്ളിൽ കൂടി വലിച്ച് ടൈറ്റ് ആക്കുന്നതാണ്. വേറെ പ്രത്യേകിച്ച് ഈ ജോയിൻറ്റിലൊന്നും വെക്കുന്നില്ല. അതോടുകൂടി സംഭവം ഉഷാറായി. എന്തായാലും ഗമ്മ് ചിലപ്പം തമ്മിലൊന്ന് ഒട്ടാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഗമ്മറ്റം വെക്കുന്നുണ്ടാവും. ബോക്സ് ഗേറ്റർ അതങ്ങനെ ഇവിടെ എത്തി. ഇവിടുന്ന് ഇതിൻ്റെ മുകളിൽ നമ്മുടെ ട്രോളിയിലേക്ക് ആ ബോക്സ് ഗേറ്ററിനെ അങ്ങോട്ട് കയറ്റണം. അത് കയറ്റാൻ നമ്മുടെ ബോക്സ് ഗാർഡർ അവിടുന്ന് ഈ ട്രക്കിലേക്ക് എടുത്ത് വെക്കുന്ന ഒരു ക്രെയിൻ ഉണ്ട്. അതുകൂടി ഇനി ഇവിടേക്ക് എത്തണം കേട്ടോ. അത് അവിടുന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അതാ ക്രെയിൻ അതാ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആ ക്രെയിനുകൾ രണ്ടും കൂടി ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കുന്ന കാഴ്ചയും അതുപോലെ ഇത് ഈ ട്രാക്കിലൂടെ കുറച്ചങ്ങോട്ട് പോകാനുണ്ട് കേട്ടോ. അവിടെ എത്തുന്ന കാഴ്ചയും അതുപോലെ ആ ഗാൻട്രി ക്രെയിൻ്റെ മുകളിൽ നിന്ന് നമ്മുടെ സ്പാനിൻ്റെ മുകളിലേക്ക് പാലത്തിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കുന്ന കാഴ്ചയും എല്ലാം തന്നെ ഇന്നത്തെ വീഡിയോയിലുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോ ഏകദേശം 45,000 ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാനപ്പം തന്നെ പറഞ്ഞിരുന്നു ഫുൾ എനിക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഏതായാലും ഫുൾ വീഡിയോ ഏതായാലും കാണിക്കണം. എനിക്കും കാണണം കേട്ടോ ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്ന കാഴ്ചകൾ എന്തായാലും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വീണ്ടും ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഈ ക്രെയിന് ഇവിടെ ആദ്യമേ സെറ്റാക്കി വെച്ചതാണ്. ഈ 2 ക്രെയിനും കൂടി ഇങ്ങോട്ട് ഒരുമിച്ചിട്ടാണ് ഇതിങ്ങോട്ട് ഇറക്കി വെക്കുക. വീണ്ടും നമ്മുടെ വജ്രം ഓപ്പറേറ്റർ വിഷ്ണുഭായി ആണ് അവിടെ നിൽക്കുന്നത്. മൂപ്പരാണ് ഈ വലിയ ക്രെയിൻ കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. അവിടെ അതാ അതിൻ്റെ ലോക്കുകളൊക്കെ അഴിച്ച് മാറ്റുകയാണ്. അവിടെ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി ഒരു ലോക്കൊക്കെ ചെയ്തിട്ടാണ് അവിടെ നിന്ന് ഇതുവരെ എത്തിച്ചത്. അതൊക്കെ അഴിച്ച് മാറ്റുന്നു. അവിടെ ക്രെയിൻ സെറ്റാക്കുന്നു. 4 ഭാഗത്തേക്ക് 4 ചിറകുകൾ പോയിട്ട് ആ ടയറിൻ്റെ മുകളിൽ നിന്നുള്ള ലോഡ് അങ്ങോട്ട് പോകും. ആ ക്രെയിന് ടയറിൻ്റെ മുകളിൽ ഇത്ര ടണ്ണ് പൊക്കി കഴിഞ്ഞാൽ ടയർ പൊട്ടിത്തെറിച്ച് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതാ പോണാടാ അതങ്ങനെ 4 ഭാഗത്തേക്ക് 4 ചിറകായിട്ട് മാറിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യും. ആ സ്റ്റോപ്പറിൻ്റെ മുകളിലേക്ക് അതങ്ങനെ താത്തി വെക്കുന്നു.
ഇവിടെ അതൊക്കെ ആ ടയർ പൊങ്ങ നോക്കിയോളിയാ. യെസ്, ആ റോഡിൻ്റെ മുകളിൽ പെടുത്താൻ പറ്റും കേട്ടോ. ഫുള്ള് ലോഡ് ഇതിൻ്റെ മുകളിലായി. നല്ല സ്ട്രോങ് റാഡാണിത്. ഇതാണ് ജിതേന്ദർ ഭായ്. നമ്മുടെ വിഷ്ണുഭായ് ഇതാ ഈ ഭാഗത്തേക്ക് ഇതിൻ്റെ ഹുക്ക് ഇങ്ങോട്ട് താഴ്ത്തി വെച്ചു. ഇനി അതിൻ്റെ മുകളിൽ ചങ്ങലൻ്റെ ഉള്ളാണോ നമ്മുടെ ആ നൈലോൺ ഇതിൻ്റെ മുകളിലാണോ പുറത്താന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ ഈ ക്രെയിനും ഇതിൻ്റെ നേരെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 ഭാഗം കൂടി തൂക്കുക, അങ്ങോട്ട് നമ്മുടെ ട്രാക്കിൻ്റെ മുകളിലേക്ക് ഇറക്കി വെക്കുക. ട്രാക്കൊക്കെ ഇവിടെ സെറ്റാണ്. ഇനി നമ്മുടെ ആ യെല്ലോ ട്രോളി ഇവിടെ എത്താനുണ്ട്. അതങ്ങോട്ട് കൊണ്ടുവരുന്ന കാഴ്ച അങ്ങോട്ട് നീങ്ങി വരുന്നുണ്ട് അല്ലേ. ആ ട്രോളി ഇവിടെ എത്തണം. ബെൽറ്റൊക്കെ കൊളുത്തി കഴിഞ്ഞു. പൊക്കാനുള്ള പരിപാടിയാണ്. യെസ്, പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. പൊങ്ങി ഇനി അത് വണ്ടി ചിലപ്പോൾ അവർ മുന്നോട്ടാക്കുമോ. ഓക്കെ, ഈ ഭാഗം എന്താ സ്ഥിതി? യെസ്, ഈ ഭാഗവും പൊക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ ട്രോളിയുടെ മുകളിലേക്ക് അങ്ങനെ താത്തി വെക്കുകയാണ്. ഈ ക്രെയിന് 250 ടണ്ണ് പൊക്കാനുള്ള കപ്പാസിറ്റിയുള്ള ക്രെയിനാണ്. ഈ ക്രെയിൻ അതുപോലെ 200 ടണ്ണ് പൊക്കുവാനുള്ള കപ്പാസിറ്റി ഉള്ള ക്രെയിനാട്ടോ ഇതും. എന്തായാലും 2 പേരും ഒരുപോലെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു ജോലിയാണ്. ഈ ഒരാൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. അങ്ങനെ നമ്മുടെ ട്രോളിയുടെ മുകളിലേക്ക് യെസ് മെല്ലെ മെല്ലെ നല്ല മഴ പെയ്തുട്ടോ. നല്ല മഴ പെയ്തു. അതിൻ്റെ ഇടയിൽ അതാ ഇങ്ങനെ താത്തി വെച്ചില്ല. യെസ്, എന്തോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വന്ന് വീണ്ടും പൊക്കി. യെസ്, ഓക്കെ. നമ്മുടെ ബോക്സ് ഗൈഡർ ഇതാ നമ്മുടെ ട്രാക്കിലൂടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. മെല്ലെ മെല്ലെ ഒരു ഉറുമ്പ് പോകുന്ന വേഗതയിലാട്ടോ. ഉറുമ്പ് പറഞ്ഞാൽ വലിയൊരു ഉറുമ്പ് കേട്ടോ, അത്യാവശ്യം വേഗത ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ കാണിച്ച പോലല്ല, അത്യാവശ്യം ഒരു സ്പീഡുണ്ട് കേട്ടാ. ഇത് ഏകദേശം ഒരു അരമണിക്കൂറാവട്ടെ അവിടെ എത്താൻ. അരമണിക്കൂറിൽ 40 മിനിറ്റോളം ആവുമെന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു ചെറിയൊരു കയറ്റമുണ്ട്. അത് കയറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതൊരു ഓവൽ ബ്രിഡ്ജാണല്ലോ ഇത്. അതുകൊണ്ട് ആ കയറ്റം ഒന്ന് ഇങ്ങോട്ട് കയറുന്ന സമയത്ത് ഒന്നും കൂടി സ്ലോ ആകാനാണ് സാധ്യത. ഇപ്പോൾ ഇവിടെ 4 സ്പാനിൻ്റെ മുകളിൽ ഗാഡറുകൾ എടുത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. 1, 2, 3, 4 യെസ് 12 ഗാഡർ എടുത്ത് വെച്ച് കഴിഞ്ഞു. 3 ഗാഡറാണ് ഒരു സ്പാനിൻ്റെ മുകളിൽ വരുന്നത്. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മൂന്നാമത്തെ ലാസ്റ്റ് ഗാഡർ നമ്മുടെ ഗാൻട്രി ക്രെയിന് അങ്ങോട്ട് നീക്കി വെച്ചതിന് ശേഷം അത് പിന്നെ അപ്പുറത്തേക്ക്
അതൊരു ചെറിയ ട്രാക്ക് സെറ്റപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് വെക്കുക. പിന്നെ അത് അങ്ങോട്ടും എല്ലാം അങ്ങോട്ട് തള്ളി കൊടുക്കുന്ന പരിപാടിയാട്ടോ. അത് ഈ ഭാഗത്തൊക്കെ ചെയ്ത് കഴിഞ്ഞു. ലാസ്റ്റ് ഗാൻട്രി ക്രെയിൻ അങ്ങോട്ട് എടുത്തു വെക്കുന്ന സമയത്ത് അതാ അവിടെ ലാസ്റ്റ് ഉണ്ട്, അത് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ആ സെറ്റപ്പ്. അതായത് ഈ ലാസ്റ്റ് ഗാൻട്രി ക്രെയിൻ അങ്ങോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞു. അതിന് മുമ്പായിട്ട് ഈ രണ്ട് ഗാഡർ തമ്മിൽ കണ്ടകളെ ഇതാ ഒന്ന് അങ്ങോട്ട് നീക്കി വെച്ചാൽ ഇത് രണ്ടും ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഈ ഭാഗത്തുള്ള അല്ല അടിയിലൊരു റാഡ് കണ്ട, ആ റാഡിൻ്റെ മുകളിൽ ഇറക്കി വെച്ചിട്ട് പിന്നെ അതങ്ങോട്ട് തള്ളി കൊടുക്കുന്ന പരിപാടിയാണ് അങ്ങോട്ടേക്ക് ചെയ്യുന്നത്. ഈ ഗാൻട്രി ക്രെയിൻ എടുത്ത് മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളത് ഏതായാലും ഈ വീഡിയോയിൽ ഇനി കാണിക്കാൻ പറ്റില്ല. അതിന് വേറൊരു ദിവസം ഇനിയും ഒരുപാട് സ്പാൻ ഗാഡറുകൾ ഇവിടെ എടുത്ത് വെക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഗാൻട്രി ക്രെയിൻ എങ്ങനെയാണ് നീക്കി വെക്കുന്നതെന്നുള്ളത് വേറൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ഗാഡർ ഇതിൻ്റെ മുകളിൽ തൂക്കി അതിൻ്റെ മുകളിലേക്ക് ഇറക്കി വെക്കുന്ന കാഴ്ച നമുക്കിന്ന് കാണിക്കാം. അങ്ങനെ ഗേഡർ ഇവിടെ എത്തി. ഇനി ആ ബെൽറ്റിൻ്റെ മുകളിലേക്ക് കൊളുത്തുന്ന പരിപാടിയാണ് അടുത്തത്. ആ കൊളുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ കൈകാര്യം ഗാൻട്രി ക്രെയിനാണ്. അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അടിയത്തെ ട്രോളിയുടെ വർക്ക് കഴിഞ്ഞു, അവർക്ക് പോകാം. ഇനി മുകളിൽ 2 ട്രോളി ഉണ്ട് കേട്ടോ ഗാൻട്രി ക്രെയിനിൻ്റെ മുകളിൽ. അതിൻ്റെ മുകളിൽ തൂക്കിയതിന് ശേഷം പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് നീങ്ങാം. അവിടെയും അതുപോലെ സെയിം കൊളുത്തുന്ന പരിപാടികൾ നടക്കുന്നുണ്ടാകും. അതിൻ്റെ മുകളിലുള്ള ആ കൊളുത്താന്ന് കേട്ടോ വിചാരിച്ച് അതല്ല, പക്ഷെ അതിൻ്റെ അടിയിൽ 2 കൊളുത്തുണ്ട് കേട്ടോ. കേബിൾ നമ്മുടെ ഡ്രസ്സിങ് ടെക്നോളജിയിലെ കേബിള് അതിൻ്റെ മുകളിലാണ് മൊത്തം പിടുത്തം വരുന്നത്. ഓക്കെ, അതിൻ്റെ മുകളിലാണ് തൂക്കാൻ പോണത്. അതിൻ്റെ ഒരു ബോൾട്ട് ഉണ്ട്, അതങ്ങനെ ഉള്ളിൽ കുടുക്കിയിട്ട് ഞങ്ങൾ ടൈറ്റായി കൊടുക്കുകയാണ്. കൊട മാറ്റു ബായ്. അങ്ങനെ ഇങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് ആദ്യം അത് ലൂസാക്കുന്നു. ഓക്കെ, യെസ്. അങ്ങനെ നമ്മുടെ ബോക്സ് ഗേഡർ ഗാൻട്രി ക്രെയിൻ തൂക്കിയിരിക്കുകയാണ്. സംഭവം എടുത്ത് അങ്ങോട്ട് മാറ്റാം, പൊക്കുന്നുണ്ട് കേട്ടോ. പൊങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ട്രോളിയുടെ മുകളിൽ നിന്ന് അത് പിടുത്തം വിട്ടു. അതങ്ങനെ ആടി കളിക്കണടാ. നല്ല കാറ്റാട്ടോ, കൊട്ടൊക്കെ പാറിപ്പോകും. നമ്മുടെ ട്രോളി ഇങ്ങോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഇങ്ങോട്ട് തൂക്കിയിട്ട് ഇങ്ങോട്ട് താഴ്ത്തി വെക്കുന്ന പരിപാടിയാണ്. നമ്മുടെ സ്പാനിൻ്റെ മുകളിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ നീങ്ങി നീങ്ങി മെല്ലെ നീങ്ങുന്നത് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഒരുപോലെ മെല്ലെ മെല്ലെ മെല്ലെ. അതിൻ്റെ റിമോട്ട് ആരെടുത്താൽ അറിയാം കേട്ടോ. അവൻ്റെ കയ്യിലാണ് റിമോട്ട് ഉള്ളത്.
സംഭവം ആര്യായിട്ടോ. അങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇറക്കി വെച്ചു, അവിടെയും ഇറക്കി വെച്ചു. അപ്പോൾ ഏതായാലും സ്നേഹിതന്മാരെ, നമ്മുടെ ഈ ബോക്സ് ഗാർഡർ, നമ്മുടെ കോരപ്പുഴ ഭാഗത്ത് ബോക്സ് ഗാർഡർ എടുത്ത് വെക്കുന്ന നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടുള്ള വർക്കാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം അത് അത്യാവശ്യം വൃത്തിയായിട്ട് കാണിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കാര്യമായിട്ട് ഇതിൽ പെടാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ട്രോളിയിലേക്ക് ഈ ബോക്സ് ഗാർഡർ എടുത്ത് വെക്കുന്നത്, അതായത് റോഡിൻ്റെ സൈഡിൽ നിന്ന് അതിലേക്ക് എടുത്ത് വെക്കുന്ന ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കുഴപ്പമില്ല, നമുക്ക് ഇറക്കി വെക്കുന്ന കാഴ്ചകളാണ് അതേ സെയിം ആണല്ലോ അങ്ങോട്ട് പൊക്കി വെക്കുന്നതും. അപ്പോൾ ഇതൊക്കെയാണ് സ്നേഹിതന്മാരെ നമ്മുടെ കോരപ്പുഴ ഭാഗത്തെ വിശേഷങ്ങൾ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.